ഹലോ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് വൈകുന്നേരം നൈറ്റിലേക്ക് ഒരു ചെറിയ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാണ്. 4 പച്ചമുളക് അത് കീറിയിട്ട് അങ്ങനെ നമ്മൾ 1.5 ഉള്ളിയും 1 സവാളയും ഒരു തക്കാളി 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി ചതച്ചത്. നമ്മൾ വെളുത്തുള്ളി ഇതിൽ ചേർത്തില്ല. അതൊന്ന് ചെറുങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഈ ചിക്കൻ്റെ നമ്മൾ ആ സ്പെഷ്യൽ ഇല ഇട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി തൈര് ഒഴിച്ചെടുത്ത് നമ്മളൊന്ന് കുഴച്ച് വൃത്തിക്ക് കുഴച്ച് വെച്ച് അങ്ങനെ നമ്മളത് ഈ ഉള്ളി പേസ്റ്റാക്കി നമ്മൾ അതിലേക്ക് ഒഴിച്ച് അങ്ങനെ അതും നമ്മൾ ഡൈല്യൂട്ടാക്കി നമ്മൾ എന്ത് ചെയ്തു, ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ടൊരു 3 വിസിലടിച്ച് അങ്ങനെ നമ്മൾ ഒരു മുറി തേങ്ങ നന്നായി പേസ്റ്റാക്കി കുരുമുളകും കൂടി ഇട്ടടിച്ച് വൃത്തിക്ക് നല്ല പേസ്റ്റാക്കി ചേർത്തു. അമ്മ വീട്ടിൽ കറണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് വന്നു. നമ്മളെ വെറൈറ്റി ചിക്കൻ കറീൻ്റെ മണം കെട്ടി എൻ്റെ രക്ഷപ്പെട്ടിന്ന് ഉറങ്ങി നീച്ച് വന്നതാണ്. ഇതാ നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട്. പക്ഷേങ്കിലും നമ്മളെ ചപ്പാത്തി ആയില്ല. നാടനുമാണ്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നമ്മൾ കോക്കനട്ട് ഓയിലും ഉണ്ട്, കോക്കനട്ട് വറുത്ത് കോരിയിട്ടുണ്ട്, മല്ലിച്ചപ്പ് എല്ലാം നമ്മളിതിലിട്ട്. ഇപ്പം അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടാണ്. പിന്നെ ഈ തേങ്ങേൻ്റെ വറവ് ഇട്ടതിൻ്റെ രസം നോക്കിയത്. അപ്പം നമുക്ക് അതൊന്ന് രസം വ്യത്യാസപ്പെട്ടുണ്ടാവും രുചിക്ക് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ മോൻ ജിമ്മിൽ പോയതാണ്. അവൻ വരുമ്പോഴത്തേന് നമുക്ക് ചപ്പാത്തി ഇടണം. കൂട്ടി കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഒന്നുകൂടി കുഴക്കട്ടെ കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം തിരുമേക്ക് കൂട്ടിയിട്ട് ആക്കി കഴിയാട്ടോ. പിന്നെ നമ്മൾ വന്നത് കുഴയ്ക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ കറണ്ട് പോയി. നമ്മൾ ചപ്പാത്തിയും വെറൈറ്റി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് മോനെ കാത്തിരിക്കുകയാണ്. അമ്മേനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് അമ്മ ഇരുട്ടാണ്, അവിടെ കാണില്ല. വെട്ടാണ് കാണുന്നത്, അമ്മായിനെ കാണില്ല. അമ്മായി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു. നമ്മൾ വിളക്ക് കണ്ടില്ലേ, അടിപൊളി വിളക്കല്ലേ. ലക്ഷ ബേബിയുടെ അവരൊന്നും കാണും. ഹായ്, ഹലോ. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വരികയാണ്. എൻ്റെ മോനെ കണ്ടില്ല, മോനെ വെയിറ്റ് ചെയ്യാൻ ഫുഡ് കഴിക്കാൻ പോകാൻ വന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ കുഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മോനെ കണ്ടോളി, കണ്ടോ? വർക്കൗട്ട് ചെയ്ത് കുഴങ്ങിയോ ഗൈസ്? എൻ്റെ കുട്ടി ഫുഡ് കഴിക്കാണ്ട് പോയത് ഗൈസ്. ഉച്ചയ്ക്ക് 2 ഇത്ര വലിയ പിയാപ്പിളക്കോരി വെച്ചത് ചോറ് മാത്രം കഴിച്ചത്. വൈകുന്നേരം ഒന്നും കഴിച്ചില്ല. പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല, ഒരു മുട്ട മാത്രം. ഇല്ലേണ്ടല്ല കഴിക്കാൻ രാവിലെ പിന്നെ ഓരോ കാര്യത്തിനും ഓട്ടപ്പാച്ചലേനും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഹലോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി കറി എല്ലാം എടുത്ത് കഴിക്കാൻ പോവാണ്. നമ്മളൊരു പീസ് രാവിലത്തെ പുട്ടുണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ദോശക്കല്ലിൽ വെച്ച് ചൂടാക്കിയത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി കഴിക്കാൻ പോവാണ്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും വീട്ടിലെത്തിണ്ടാവും. സമയം 9:30 ആയി. 9:00 മണി. വാ, സൂപ്പറായിട്ട്. മോനും പറഞ്ഞു, മോനെ അങ്ങനെ ഉണ്ട്, നല്ല രസം. അതും ഇവിടെ ഇത് വെച്ച മാതിരി ഉണ്ടല്ലോ. എന്താ നമ്മളെന്താന്ന് പറയല്ലോ. അതന്നെ, അതിൽ അണ്ടി അരച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അഫ്ഗാനി ചിക്കൻ ഉണ്ട്, ടേസ്റ്റ് നല്ല രസം. ഫുഡൊക്കെ നല്ല കോമ്പിനേഷൻ ഉണ്ട്. നല്ല രസം കിട്ടാം. നമ്മളിന്ന് ഒരു ബ്യൂട്ടി ടിപ്പായിട്ട് വരണമെന്നാണ് വിചാരിച്ചത്. അതിന് ഞാൻ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതിന് അപ്പോഴേക്കും ഇന്ന് എൻ്റെ മോൻ പറഞ്ഞോണ്ട് വിശന്നിട്ട് വയ്യാറുന്നാണ് ചിക്കൻ കൊടുക്കുന്നത്. അതുപോലെ എരിവും വെളിച്ചെണ്ണ ഒന്നും ഇല്ലാത്ത വിധത്തിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് ഒന്നുമില്ല, അതിൽ കുരുമുളകും പച്ചമുളകും മാത്രം, മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല.
തിന്നടാ എന്നാ തിന്നു രക്ഷ നോക്ക് വായിലൊക്കെ തരാം. അപ്പോൾ അമ്മയുടെ കുട്ടിയിൽ ചിക്കനൊക്കെ തിന്നു പോയതാ. അപ്പോൾ മനസ്സിലാക്കി അമ്മ ചിക്കനാ തിന്നിട്ടൊക്കെ വന്ന. അപ്പോൾ അവർക്ക് രണ്ടാക്കും നേരത്തെ അങ്ങ് കൊടുത്ത് ഞാൻ ചപ്പാത്തി കൊടുക്കണം. ജീവന് പുട്ടും ചിക്കൻ കറി. അപ്പോൾ ഞാൻ ബ്യൂട്ടി ടിപ്പായിട്ട് വരാം. കാരണം പറയാൻ പോയത് പോടാർന്ന് നമുക്ക് തന്നെ തിന്നാൻ നോക്ക്. ബ്യൂട്ടി ടിപ്പായിട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്കൊരു കല്യാണം ഉണ്ട്. നമ്മുടെ അച്ഛൻ്റെ പെങ്ങളെ മോളെ കല്യാണമാണ്. അപ്പോൾ നമ്മളൊന്ന് സുന്ദരിക്കാവാൻ വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഉള്ള വീഡിയോയ്ക്ക് വരാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഈ പണിയിലായി. നാളെ നമ്മൾ അതിലേക്ക് വരുന്നതായിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വിട്ടും കറിയാട്ടോ കഴിക്കണം ഞാൻ. വോ ജീവന് ചിക്കന് മാത്രം തിന്നാനാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ജീവാ നമുക്ക് തന്നെ തിന്നടാ. അത് തിന്ന്. അതൊക്കെ തന്നെയുള്ളൂ ഇവിടെ തിന്നണ്. അല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ട് ചിക്കൻ മാത്രം ഇവിടെ ആരും കഴിക്കില്ല. കഴിക്കുന്നുണ്ടാ? തിന്നിട്ട് കാണാൻ. അപ്പം തിന്നു കാണാനൊന്നുമില്ല, നമ്മൾ തിന്നുമ്പോൾ കാണില്ല അതന്നെ. അപ്പം നമ്മൾ ഇന്ന് രാത്രി ഇതൊക്കെയാണ് നമ്മളെ തീറ്റ. അങ്ങനെ എല്ലാവരും സുഖമായിട്ട് വീട്ടിലും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. എനിക്കൊരു സന്തോഷമൊന്നുമില്ല. ഇനി എനിക്ക് സങ്കടങ്ങളൊക്കെ ഇനി വെറുതെ ഒരു സങ്കടമാണ്. എന്നാലും ടാറ്റാ. ലവ് യു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡാൻ നല്ല സ്നേഹമുള്ളതുകൊണ്ട് ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും കാണണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. മഴയൊക്കെ പോയി, അതിനെക്കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വാവാമോ ഉറങ്ങാൻ പോവാം. നമ്മൾ ഒന്നേട്ടം വന്നില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ലവ് യു. അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്. ഒരു ഉന്മേഷമില്ലാന്ന്. ഒരു ഉന്മേഷം കുറവുണ്ട്. എന്താന്ന് പറയാൻ പറ്റില്ല. മനസ്സിൻ്റെ ഉന്മേഷക്കുറവായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഞാനും സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ.